www.sunniOnlineClass.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രമുഖ പണ്ഡിതനും സമസ്ത മുശാവറ അംഗവുമായ തരുവണ അബ്ദുള്ള മുസ്ലിയാർ നിര്യാതരായി. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അരീക്കോട് പത്തനാപുരം ജുമാ മസ്ജിദിൽ. സൗദി അറേബ്യ കിരീടാവകാശി നായിഫ് ബിൻ അബ്ദുൽ അസീസ് അൽ സഊദ് രാജകുമാരൻ അന്തരിച്ചു. ജനീവയിലായിരുന്നു അന്ത്യം. ഷാർജയിലെ അൽ നഹ്ദയിൽ അഗ്നിബാധ. മലയാളികളടക്കം 700-ലേറെ പേർ ദുരിതത്തിലായി. വിവാദങ്ങൾ സൃഷ്ടിച്ച ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് എഴുതിത്തള്ളി. വാർത്തകൾ വിശദമായി. സമസ്ത മുശാവറ അംഗവും വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിത നേതാക്കളിൽ ഒരാളുമായ പ്രമുഖ പണ്ഡിതൻ തരുവണ അബ്ദുള്ള മുസ്ലിയാർ നിര്യാതരായി. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അരീക്കോട് പത്തനാപുരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സുന്നി പ്രസ്ഥാനത്തിന് എന്നും താങ്ങും തണലുമായ തരുവണ അബ്ദുള്ള മുസ്ലിയാരുടെ വിയോഗം തീരാ നഷ്ടമാണെന്ന് സുന്നി നേതാക്കൾ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ RSC സൗദി നാഷണൽ കമ്മിറ്റിയുടെ 2011 മഖ്ദൂം അവാർഡ് തരുവണ അബ്ദുള്ള മുസ്ലിയാർക്കായിരുന്നു. മത സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡിന് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് സ്തുത്യർഹമായ സേവനങ്ങളർപ്പിച്ച പണ്ഡിതരിൽ പ്രമുഖനാണ് തരുവണ ഉസ്താദ്. തരുവണ അബ്ദുള്ള മുസ്ലിയാരുടെ വിയോഗത്തിൽ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ, ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് യൂസുഫുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. തരുവണയുടെ വിയോഗം സുന്നി സമൂഹത്തിന് കനത്ത നഷ്ടമാണെന്ന് നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ 1951 സുന്നി രംഗത്ത് ആദ്യമായി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിനും അതിന്റെ പ്രഥമ ഓർഗനൈസറും മുഫത്തിഷും പ്രഥമ റേഞ്ച് രൂപീകരണത്തിലും സഹകാരിയായിരുന്നു തരുവണ അബ്ദുള്ള മുസ്ലിയാരെന്ന് അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റും ജാമിയ സഅദിയ അറബിയ ജനറൽ മാനേജറുമായ നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. തന്റെ ജീവിതം മുഴുവനും സുന്നത്ത് ജമാഅത്തിനും അതിന്റെ പ്രചാരണത്തിനും നീക്കിവെച്ച ത്യാഗി കൂടിയായിരുന്നു അദ്ദേഹം. മാതൃകാ മുദ്രിസ്, മാതൃകാ സംഘാടകൻ എന്നീ നിലക്ക് അദ്ദേഹം അനുസ്മരണീയനാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിലും അതിന്റെ സജീവ പ്രവർത്തനത്തിലും മുൻപന്തിയിലായിരുന്നു അദ്ദേഹം, നൂറുൽ ഉലമ അറിയിച്ചു. യുവാക്കൾക്ക് മാതൃകാപരമായ ജീവിതം നയിച്ച അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പകർത്താനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് യുവപ്രവർത്തകർക്ക് പ്രചോദനം ഉണ്ടാവട്ടെ. അദ്ദേഹത്തെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നും MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പ്രാർത്ഥിച്ചു. 1 മാസത്തിനിടയിൽ PP മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ, PMK ഫൈസി എന്നിവരുടെ വിടവിന് ശേഷം തരുവണയുടെ വിടവ് സുന്നി സമൂഹത്തെ ദുഃഖത്തിലായിത്തിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു പരലോക മോക്ഷം നൽകുമാറാകട്ടെ എന്നും MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പ്രാർത്ഥിച്ചു. സൗദി അറേബ്യ കിരീടാവകാശി നായിഫ് ബിൻ അബ്ദുൽ അസീസ് സഊദ് രാജകുമാരൻ അന്തരിച്ചു. ജനീവയിലായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് മഗ്രിബ് നിസ്കാര ശേഷം മക്കയിൽ നടക്കും. ചികിത്സാർത്ഥം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു നായിഫ് രാജകുമാരൻ. മരിച്ചതായി റോയൽ കോർട്ട് സ്ഥിരീകരിച്ചു. സൗദി കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയായിരുന്നു. ചികിത്സയ്ക്കായി ജൂൺ ആദ്യമാണ് ജനീവയിലേക്ക് പോയത്. മുൻ കിരീടാവകാശി സുൽത്താൻ രാജകുമാരന്റെ നിര്യാണത്തെ തുടർന്ന് 2011 ഒക്ടോബറിലാണ് കിരീടാവകാശിയായി ചുമതലയേറ്റത്. 1975 മുതൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു.
ആധുനിക സൗദി അറേബ്യയെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻ ഭരണാധികാരിയും പിതാവുമായ അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജാവിനൊപ്പം നിർണായക പങ്കുവഹിച്ചിരുന്നു. ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് നായിഫ് രാജകുമാരൻ. ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ അർദ്ധ സഹോദരനായിരുന്നു. നായിഫ് രാജകുമാരൻ സുഖം പ്രാപിച്ചു വരുന്നതായും എത്രയും പെട്ടെന്ന് സൗദിയിലേക്ക് തിരിച്ചെത്തുമെന്നും 2 ആഴ്ച മുമ്പ് സഹോദരൻ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ പ്രസ്താവിച്ചിരുന്നു. പ്രതിരോധ മന്ത്രിയായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരനായിരിക്കും പുതിയ കിരീടാവകാശി എന്നാണ് സൂചന. നായിഫിന്റെ ഇളയ സഹോദരനാണ് സൽമാൻ. 50 വർഷത്തോളം റിയാദ് ഗവർണറായിരുന്ന സൽമാൻ രാജകുമാരൻ നവംബറിലാണ് പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റത്. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിപ്പിച്ചു. തെളിവില്ലാത്തതിനാൽ കേസ് എഴുതി തള്ളുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. KA റൌഫിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. ഐസ്ക്രീം പാർലർ കേസ് PK കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ചുവെന്ന പരാതിയിൽ ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം ആരംഭിച്ചത്. താമരശ്ശേരി DYSP ജെയ്സൺ K എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത്. മരണമാറ്റത്തിനു ശേഷം അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, ജസ്റ്റിസുമാരായ K നാരായണക്കുറുപ്പ്, K തങ്കപ്പൻ, മുൻ അഡ്വക്കേറ്റ് ജനറൽ MK ദാമോദരൻ, മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ VK ബീരാൻ തുടങ്ങി 150-ലേറെ പേരെ ചോദ്യം ചെയ്തു. 100-ലേറെ രേഖകൾ പരിശോധിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണ റിപ്പോർട്ടും പിന്നീട് കേസ് ഡയറിയും സമർപ്പിച്ചു. കേസ് ഡയറിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി 1-ലേറെ തവണ പരിഗണിച്ചെങ്കിലും അനുവദിച്ചില്ല. വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഈ കേസാണ് ഇപ്പോൾ അതീവ രഹസ്യമായി എഴുതിത്തള്ളിയിരിക്കുന്നത്. ഷാർജയിലെ അൽ നഹ്ദ പാർക്കിനടുത്ത് മലയാളികളടക്കം നിരവധി പേർ താമസിക്കുന്ന കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായി. ഇവിടെയുള്ള കോർണിഷ് അൽ മദീന എന്ന് വിളിക്കുന്ന 262-ാം നമ്പർ കെട്ടിടത്തിലെ വൈദ്യുതി വിതരണ മുറിയിലാണ് തീപിടിച്ചത്. ഇന്നലെ രാവിലെ 6 മണിക്കായിരുന്നു അപകടം. നേരം പുലർന്ന ശേഷമായതിനാൽ കെട്ടിടത്തിലുണ്ടായിരുന്നവർക്ക് പുറത്തേക്കിറങ്ങി ഓടാൻ സമയം ലഭിച്ചു. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. മേഖലയിലെ തന്നെ പഴയ കെട്ടിടമാണിത്. ഇവിടെ അലൂമിനിയം ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇത് ആളുകൾ താമസിക്കുന്ന നിലകളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകമായതായി പൊന്നാനി സ്വദേശി മോഹനൻ പറഞ്ഞു. സംഭവം അറിഞ്ഞയുടൻ സിവിൽ ഡിഫൻസുകാരെത്തി തീ അണച്ചതും തുണയായി. 17 നിലകളുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നതിലധികവും മലയാളി കുടുംബങ്ങളാണ്. 170 ഫ്ളാറ്റുകളിലായി 700-ലേറെ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് കെട്ടിടത്തിലെ വൈദ്യുതി, ഗ്യാസ്, ജലം എന്നിവയുടെ വിതരണം തകരാറിലായി. ഇത് പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് സൂചന. ഇത് കാരണം ചൂട് കനത്തു നിൽക്കുന്ന ഈ സമയത്ത് എവിടെ പോകുമെന്ന ആശങ്കയിലാണ് താമസക്കാർ. ബന്ധുക്കളും കൂട്ടുകാരും അടുത്തുള്ളവർ അവിടേക്ക് മാറാനുള്ള ഒരുക്കങ്ങളിലാണ്. താൽക്കാലികമായി താമസ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഇത് മുന്നിൽ കണ്ട് ചിലർ ഇപ്പോൾ തന്നെ വാടക കൂട്ടിയതായും ആളുകൾ പരാതിപ്പെടുന്നു. ചോക്ലേറ്റിൽ കാഷ്യൂ നട്ടിന് പകരം ഇരുമ്പു നട്ട്. പരസ്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മോഹൻദാസിന്റെ ഭാര്യ സുബലക്ഷ്മിക്കാണ് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കെ ഇരുമ്പു നട്ട് കിട്ടിയത്. മനാമ സ്വദേശി കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ചോക്ലേറ്റാണിത്. സുഹൃത്തിന്റെ ഭാര്യ പ്രസവിച്ച സന്തോഷം പങ്കുവെക്കാൻ മോഹൻദാസിനും കുടുംബത്തിനും സമ്മാനിച്ചതാണ് ചോക്ലേറ്റ്. കഴിച്ചുകൊണ്ടിരിക്കെ കാഷ്യൂ നട്ടാണെന്ന് കരുതി കടിച്ചപ്പോൾ പൊട്ടിയില്ല. പിന്നീട് വായിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് ഇരുമ്പു നട്ടാണെന്ന് അറിയുന്നത്. മോഹൻദാസിന്റെ കുട്ടികൾക്കും ചോക്ലേറ്റ് നൽകിയിരുന്നു. ഈ ചോക്ലേറ്റിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുമ്പു നട്ടുള്ള ചോക്ലേറ്റ് കുട്ടികൾക്കാണ് നൽകിയിരുന്നതെങ്കിൽ അപകടം സംഭവിച്ചേനെ. ഇതൊഴിവായതിൽ ആശ്വസിക്കുകയാണ് കുടുംബം. ചോക്ലേറ്റിന്റെ അവശേഷിക്കുന്ന ഭാഗവും നട്ടും സഹിതം ആരോഗ്യ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് മോഹൻദാസ് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി
ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. സംഘടനാ വാർത്തകൾ. പ്രമുഖ പണ്ഡിതനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗവുമായ തരുവണ അബ്ദുള്ള മുസ്ലിയാർ അന്തരിച്ചു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അരീക്കോട് പത്തനാപുരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. 1927 ജൂലൈ 7-നാണ് ജനനം. പുതുക്കുടി അബ്ദുള്ള മുസ്ലിയാർ, CV ആലി മുസ്ലിയാർ എന്നിവരാണ് ഗുരുനാഥന്മാർ. 1950 പൊന്നാനിയിൽ പഠനം നടത്തി. മദ്രസ അധ്യാപകനായി രംഗത്ത് വന്നു. കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് സ്തുത്യർഹമായ സേവനങ്ങളർപ്പിച്ച പണ്ഡിതരിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തവരിൽ 34-ാം നമ്പറുകാരനായി അബ്ദുള്ള മുസ്ലിയാർ ഒപ്പുവെച്ചത് കാണാൻ സാധിക്കും. പ്രഥമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ 14-ാം നമ്പർ മെമ്പറാണ് അദ്ദേഹം. 1956 അന്നത്തെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അബ്ദുള്ള മുസ്ലിയാരെ 1ാമത്തെ മുഫത്തിഷായി നിയമിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മദ്രസകൾ സന്ദർശിക്കാൻ കാടും മലയും താണ്ടിയ ചരിത്രം ത്യാഗപൂർണമായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ മുദരിസ്, ഖതീബ്, ഇമാം, മുഅല്ലിം എന്നീ നിലകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. മാനന്തവാടി, ബാവലി, പനങ്ങാട്ടൂർ, ആറുവാൾ, ചുണ്ടൽ, തെരുവത്ത്, മൈസൂർ എന്നിങ്ങനെ നീളുന്നു പട്ടിക. 1989 പുനഃസംഘടിപ്പിച്ച സമസ്തയിൽ അംഗമാണ് അദ്ദേഹം. സുന്നി വോയ്സ് മുൻ പത്രാധിപനായിരുന്നു അദ്ദേഹം. 2011 ജനുവരിയിൽ റിസാല സ്റ്റഡി സർക്കിൾ RSC സൗദി നാഷണൽ കമ്മിറ്റിയുടെ മഖ്ദൂം അവാർഡ് ലഭിച്ചു. കാളികാവ് ബദരിയയുടെ 15 പദ്ധതികൾ കാന്തപുരം നാടിന് സമർപ്പിച്ചു. കാളികാവ് പുറ്റമണ്ണയിലെ ദാറുൽ ഇസ്ലാം അൽ ബദരിയയുടെ കീഴിലെ 15 പദ്ധതികൾ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. കാളികാവ്, ചോക്കാട്, തുവ്വൂർ, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലായാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. 3 ജുമുഅ മസ്ജിദുകൾ ഉൾപ്പെടെ 7 പള്ളികളും 7 മദ്രസകളും 2012 ബദരിയ റേഷൻ പദ്ധതിയുമാണ് ഖമറുൽ ഉലമ ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ ഉച്ചക്ക് 12 മണിയോടെ വാണിയമ്പലത്ത് വെച്ച് ശൈഖുന കാന്തപുരത്തെ 100 കണക്കിന് സുന്നി പണ്ഡിതന്മാരും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. സ്ഥലത്തെ സുന്നി മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ളുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകി അദ്ദേഹം ഒരലുമട സുന്നി മസ്ജിദ് വിശ്വാസികൾക്ക് സമർപ്പിച്ചു. പിന്നീട് അവിടുത്തെ മദ്രസയുടെയും നീലാഞ്ചേരി ടൗൺ സുന്നി മസ്ജിദിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ബാലൻപടിയിലെ സുന്നി മദ്രസയുടെ ശിലാസ്ഥാപനവും അമ്പലംകുന്ന് സുന്നി മസ്ജിദിന്റെ ഉദ്ഘാടനവും മദ്രസയുടെ തറക്കല്ലിടലും തുടർന്നു നടന്നു. ബദരിയ 2012 സൗജന്യ റേഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം കാർഡ് നൽകി നിർവഹിച്ചു. ആർപോയിലിലെ സുന്നി മദ്രസയുടെ ശിലാസ്ഥാപനം നടത്തി. പിന്നീട് തട്ടാൻകുന്നത്ത് സുന്നി മദ്രസയുടെ ശിലാസ്ഥാപനവും മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി തട്ടാംകുന്ന് സുന്നി മസ്ജിദ് ഉദ്ഘാടനവും കേരള പാന്ത്രയിലെ സുന്നി മദ്രസ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇശാനിസ്കാരത്തിന് നേതൃത്വം നൽകി കരുവാരക്കുണ്ടിൽ ടൗൺ സുന്നി മസ്ജിദിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പൊതു സമ്മേളനത്തോടെയാണ് ഉദ്ഘാടന പരമ്പര സമാപിച്ചത്. വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മഖാമിൽ നടക്കുന്ന മീറാജ് നേർച്ച ഇന്ന് ഉച്ചക്ക് മസ്ജിദുൽ മീറാജിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തോടെ സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് മൗലിദ് പാരായണവും നടക്കും.
സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ കടലുണ്ടി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, UK മജീദ് മുസ്ലിയാർ, അരീക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, മുസ്തഫ ബാക്കവി തെന്നല, MV ഇബ്രാഹിം മുസ്ലിയാർ പങ്കെടുക്കും. വ്യാഴാഴ്ച മക്കാം കൂട്ടസിയാറത്തോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവിധ പരിപാടികളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് യഹിയൽ ബുഖാരി കാസർഗോഡ്, വെള്ളിയോട് ഇബ്രാഹിം സഖാഫി, അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീദി, KS അബീബുള്ള ഹാജി കാസർഗോഡ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആലിക്കുട്ടി മുസ്ലിയാർ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായേക്കും. EK വിഭാഗം സുന്നി നേതാവ് K ആലിക്കുട്ടി മുസ്ലിയാർ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായേക്കും. 2003 മുതൽ 2006 വരെയുള്ള കാലയളവിൽ ചെയർമാനായിരുന്നു ആലിക്കുട്ടി മുസ്ലിയാർ. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. EK വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഹജ്ജ് കാര്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തരമൊരു തീരുമാനത്തിലെത്തേണ്ടി വന്നത്. മതസംഘടനാ നേതാക്കൾക്ക് ചെയർമാൻ സ്ഥാനം നൽകേണ്ടതില്ലെന്ന് നേരത്തെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മുഴുവൻ മതസംഘടനാ പ്രതിനിധികൾക്കും ഹജ്ജ് കമ്മിറ്റിയിൽ പ്രാതിനിധ്യമുണ്ടായിരിക്കും. പുതിയ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. അംഗങ്ങൾ ചേർന്ന് ചെയർമാനെ തിരഞ്ഞെടുക്കും. നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി ഈ മാസം 23-ന് അവസാനിക്കും. ഇന്നത്തെ പത്രവിശേഷങ്ങൾ. കേരളത്തിൽ ഇന്നിറങ്ങിയ സിറാജ് ദിനപത്രം രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം NDAയിൽ ഭിന്നത എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ സിറാജ് പ്രധാന വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NDAയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭിന്നതയെക്കുറിച്ചാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി കിരീടാവകാശി നായിഫ് രാജകുമാരൻ അന്തരിച്ചു എന്ന വാർത്ത ആദ്യ പേജിൽ ഇടതുവശത്തായി സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. മാലിന്യ പ്രശ്നം തിരുവനന്തപുരത്ത് UDF ഉപരോധത്തിൽ സംഘർഷം എന്ന മറ്റൊരു വാർത്ത സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. മാലിന്യ പ്രശ്നത്തിൽ പരാജയപ്പെട്ട തിരുവനന്തപുരം നഗരസഭാ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ UDF നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി എന്നാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുനിയിൽ ഇരട്ടക്കൊല, 2 പേർ കൂടി അറസ്റ്റിലായി എന്ന മറ്റൊരു വാർത്ത ഫോട്ടോ സഹിതം സിറാജ് പ്രസിദ്ധീകരിക്കുന്നു. കോളിളക്കം സൃഷ്ടിച്ച അരീക്കോട് ഇരട്ടക്കൊലപാതക കേസിൽ 2 പേർ കൂടി പിടിയിലായ വാർത്തയാണ് സിറാജ് പ്രസിദ്ധീകരിക്കുന്നത്. സ്വർണവില റെക്കോർഡിൽ തുടരുന്നു. വ്യാഴാഴ്ച പവന് 22,300 രൂപയാണ് വില. ഗ്രാമിന് 2,775 രൂപ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ബുധനാഴ്ച പവന് 22,120 രൂപയായിരുന്നു. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ മലപ്പുറം സലാത്ത് നഗറിൽ നിന്നുള്ള അജ്മീർ ഉറൂസും ദിക്റുദുആ മജ്ലിസും തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. റജബ് 27-ാം രാവായ ഇന്ന് മഅദിൻ മേൽമുറി സലാത്ത് നഗറിൽ നിന്നാണ് പ്രോഗ്രാം. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പരിപാടിയുടെ ഷെഡ്യൂളുകൾ ഇങ്ങനെ: 5 മണിക്ക് ഷെയ്ഖ് ഹാജ അനുസ്മരണം, 6 മണിക്ക് വിർദുൽ ലത്തീഫ്, 6:30-ന് ഹദ്ദാദ് റാത്തിബ്, 7 മണിക്ക് മഗ്രിബ് നിസ്കാരം, മയ്യിത്ത് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, 7:30-ന് അജ്മീർ മൗലിദ്, 7:50-ന് മീറാജ് സന്ദേശ പ്രഭാഷണം, 8:20-ന് സലാത്ത്, തഹ്ലീൽ, തൗബ, യാസീൻ, 9:30-ന് ദ്വാ സമ്മേളനം. എല്ലാ പ്രോഗ്രാമുകളും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR കബീർ PP അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക്.